ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ അന്തർമഹൽ എന്നൊരു വ്യത്യസ്തമായ ബംഗാളി വെബ് സീരീസാണ് കാണാൻ പോകുന്നത്. ഇതിലൊരു വീട്ടമ്മയുണ്ട്, ഋദ്ധി എന്നു പേരുള്ള വിവാഹിതയായ ഒരു സ്ത്രീ. അവർ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായെങ്കിലും അവർക്ക് കുട്ടികളില്ല. അതിനായി ഭർത്താവും ഭാര്യയും ഒരുപാട് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാരും ബന്ധുക്കളുമെല്ലാം ഭർത്താവിനെ ഒന്നും പറയാതെ ഭാര്യയെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത്. കുട്ടികളില്ലാതിരുന്നതിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്നതുപോലുള്ള ഒരുപാട് ട്വിസ്റ്റുകളും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളുള്ള ഒരു കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പ്രധാനമായും കുടുംബത്തിലെ സ്ത്രീകൾ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കിടക്കാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഋദ്ധിയാണ് കാണിക്കുന്നത്. അവൾ തന്റെ ഭർത്താവ് ഇന്ദ്രനെ ഫോൺ ചെയ്യുകയാണ്. ഏട്ടാ, 5 വർഷമായി നമ്മൾ കഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് കിട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഭർത്താവും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. നീ ഹോസ്പിറ്റലിൽ പോയോ? ഡോക്ടറെ കണ്ടോ? ഞാൻ ഡോക്ടറെ കാണാൻ പറഞ്ഞപ്പോൾ നീ എത്രമാത്രം ദേഷ്യപ്പെട്ടു. ഇപ്പോഴാണ് അതിന്റെ ഫലം കിട്ടിയത് എന്ന് പറഞ്ഞ സന്തോഷത്തോടെ സുരക്ഷിതയായി വീട്ടിലേക്ക് വരാൻ പറയുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സൂട്ട് കേസിൽ തട്ടി ഋദ്ധി താഴെ വീഴുന്നതാണ് കാണിക്കുന്നത്. കഥ നേരെ കുറച്ച് മാസങ്ങൾ മുൻപോട്ട് പോകുന്നു. അന്ന് ഋദ്ധിയുടെ പിറന്നാളായിരുന്നു. രാവിലെ ഭർത്താവ് ഇന്ദ്രൻ കാതിൽ പിറന്നാൾ ആശംസകളോടെ പാട്ടുപാടിയാണ് അവളെ ഉണർത്തുന്നത്. കുറച്ച് റൊമാൻറ്റിക്കായി രാവിലെ തന്നെ നമുക്ക് ഒന്നിച്ചാലോ എന്ന് ചോദിക്കുന്നു. രാവിലെ അങ്ങനെ ഒന്നിച്ചാൽ ചില ഹോർമോണുകൾ വർദ്ധിക്കുമെന്നും അത് ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടുമെന്നും അയാൾ പറയുന്നു. അവൾ നാണത്തോടെ അവിടെ നിന്നും പോകുന്നു. ഋദ്ധി രാവിലെ എഴുന്നേറ്റ് റെഡിയാവാൻ തുടങ്ങുന്നു. അപ്പോൾ ഭർത്താവ് പറയുന്നുണ്ട്, ഋദ്ധി, ഞാൻ പറയുന്നത് കുറച്ച് ഗൗരവമായെടുക്കണം. ഇനിയും കുട്ടികളില്ലാതെ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. നമ്മൾ കാര്യമായി ശ്രമിക്കണം. അതിനവൾ സാധാരണ പോലെ എൻ്റെ ഓവുലേഷൻ ദിവസം വരുമല്ലോ, അപ്പോൾ ശ്രമിക്കാം എന്ന് പറയുന്നു. 5 വർഷമായി ഇത് തന്നെയല്ലേ ശ്രമിക്കുന്നത്, എന്നിട്ടൊന്നും നടന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് നടക്കാനാ എന്ന് അയാൾ കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അത് അവൾക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഋദ്ധി മനോഹരമായ സാരി എടുത്ത് പിറന്നാളിനായി ഒരുങ്ങുന്നു. എങ്കിലും കുട്ടികളിലല്ലോ എന്നൊരു ഭാരം അവളുടെ മനസ്സിലുണ്ട്. ഋദ്ധിക്ക് സ്നേഹമുള്ള ഒരു അമ്മായിയമ്മയുണ്ട്. അവർ വളരെ സൗഹൃദത്തോടെയാണ് പെരുമാറുന്നത്. ഋദ്ധി അവരെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത്. അമ്മായിയപ്പൻ മരിച്ചു പോയതിനാൽ അമ്മായിയമ്മയെ നോക്കുന്നതും ഋദ്ധിയാണ്. ഇന്ന് ഋദ്ധിയുടെ പിറന്നാൾ ആയതുകൊണ്ട് അമ്മായിയമ്മ രാവിലെ തന്നെ അവൾക്കായി ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നല്ലൊരു ഡ്രസ്സ് വാങ്ങാനായി 2000 രൂപയും നൽകുന്നു. ഋദ്ധി ഓഫീസിലെത്തുന്നുണ്ട്. സഹപ്രവർത്തകർക്കൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നു. അപ്പോഴാണ് അഭിലാഷ് എന്നൊരാൾ വരുന്നത്. അവൻ 7 വർഷമായ ഋദ്ധിയുടെ നല്ല സുഹൃത്താണ്. ഓഫീസിലെ ആഘോഷങ്ങൾ അവൾ അമ്മായിയമ്മയെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഋദ്ധിക്ക് ദിവ്യ എന്നൊരു അടുത്ത സുഹൃത്തുണ്ട്. അവളോട് ഋദ്ധി പറയുന്നു, എടി, ഞാൻ പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എനിക്കും വിഷമമുണ്ട്. 5 വർഷമായി കുട്ടികളില്ല. സത്യത്തിൽ 5 വർഷം കഴിഞ്ഞ് മതിയെന്നായിരുന്നു പ്ലാൻ. പക്ഷെ 2 വർഷം മുമ്പ് വേണമെന്ന് തീരുമാനിച്ചിട്ട് ശ്രമം തുടങ്ങിയിട്ട് ഒന്നും നടക്കുന്നില്ല. അതോർത്ത് വലിയ മാനസിക സംഘർഷത്തിലാണ് എന്നൊക്കെ പറയുന്നു. അതേസമയം ഇന്ദ്രൻ ഓഫീസിലെത്തുകയാണ്. അവിടെ വെച്ച് അവൻ അവന്റെ മുൻ കാമുകിയെ കാണുന്നു. എന്താ പെട്ടെന്ന് എന്റെ സഹായം എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ ഇന്ദ്രൻ, ഇന്ന് എന്റെ ഭാര്യയുടെ പിറന്നാളാണ്, അവൾക്കൊരു സമ്മാനം കൊടുക്കണം. പക്ഷെ എന്ത് കൊടുക്കണമെന്ന് അറിയില്ല, അതാണ് നിന്നോട് സഹായം ചോദിച്ചത് എന്ന് പറയുന്നു. അവൾ ഒരുതരം പരിഹാസത്തോടെ നോക്കിയിട്ട്, എല്ലാ ആണുങ്ങളും ഒരുപോലെ തന്നെയാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. വൈകുന്നേരം രണ്ടുപേരും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. ഋദ്ധിക്കായി വീട്ടിൽ കേക്ക് മുറിക്കുന്നുണ്ട്. ഭർത്താവിന്റെ വീട്ടിലെ ബന്ധുക്കളെയും വിളിച്ചിട്ടുണ്ട്. അതുവരെ സന്തോഷവതിയായിരുന്ന ഋദ്ധിയുടെ ജീവിതം അവിടെ വെച്ച് മാറുകയാണ്. ഒരു ദമ്പതികൾക്ക് കുട്ടികളില്ലെങ്കിൽ, അതും ഭർത്താവിന്റെ വീട്ടിൽ വെച്ചാണെങ്കിൽ, കുഴപ്പം ഭാര്യയുടെ ഭാഗത്താണെന്നും നമ്മുടെ മോന് ഒരു കുഴപ്പമില്ലെന്നും ഭർത്താവിന്റെ വീട്ടുകാർ എപ്പോഴും പറഞ്ഞു വരുത്തും. അതുപോലെ അവിടെ ഒരു ബന്ധുവായ ആന്റി വന്നിട്ടുണ്ടായിരുന്നു. അവർ ഋദ്ധിയുടെ അമ്മായിയമ്മയോട്, നീ നിന്റെ മരുമകളെ മകളെ പോലെയാണ് നോക്കുന്നത്, പക്ഷെ അവളൊരു പേരക്കുട്ടിയെ തരുന്നില്ലല്ലോ, തരാത്തതാണോ അതോ കൊടുക്കാൻ കഴിയാത്തതാണോ എന്നറിയില്ല എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. ഇത് ഋദ്ധിക്ക് വല്ലാതെ വിഷമമുണ്ടാക്കുന്നു. ആ സമയത്ത് അമ്മായിയമ്മയോ ഭർത്താവ് ഇന്ദ്രനോ ആന്റിയോടോ ഒന്നും പറയുന്നില്ല. ഋദ്ധി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോകുമ്പോൾ ഭർത്താവ് വന്ന് അവളെ സമാധാനിപ്പിക്കുന്നു. കുട്ടികളില്ലെങ്കിൽ ബന്ധുക്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും, അത് അവരുടെ ചിന്താഗതിയാണ്, അതിനെ കുറ്റം പറയാൻ പറ്റില്ല, ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകണം എന്ന് പറഞ്ഞ് അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഋദ്ധിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. തന്റെ ഭർത്താവ് മിണ്ടാതിരുന്നത് കുഴപ്പം തന്റെ ഭാഗത്താണെന്ന് അയാൾ കരുതുന്നത് കൊണ്ടാണെന്നാണ്. ബന്ധുക്കൾ അത് തുറന്നു പറഞ്ഞു. ഭർത്താവും അമ്മായിയമ്മയും മനസ്സിൽ വെച്ചിരിക്കുകയാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ഇതിനിടയിൽ ഋദ്ധിക്ക് 2 മാസമായ ആർത്തവം വരുന്നില്ല. താൻ ഗർഭിണി ആയിരിക്കാമെന്ന് അവൾ കരുതുന്നു. അപ്പോഴാണ് ഓപ്പണിംഗ് സീനിൽ കണ്ട ആ പെട്ടിയിൽ തട്ടി അവൾ താഴെ വീഴുന്നത്. അതിലൂടെ അവൾക്ക് രക്തസ്രാവം ഉണ്ടാവുന്നു. ഋദ്ധിയുടെ സുഹൃത്ത് ദിവ്യ അവളെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഡോക്ടർ ഞാൻ ഗർഭിണിയാണെന്നാണ് കരുതുന്നത്, പെട്ടെന്ന് താഴെ വീണു, വയറ്റിലിടിച്ചു, രക്തം വരുന്നുണ്ട്, എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നവൾ ഭയത്തോടെ ചോദിക്കുന്നു. ഡോക്ടർ അവളെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഋദ്ധിയുടെ ഗർഭം അലസിപ്പോയിരുന്നു. അതിനുശേഷം ഋദ്ധി വീട്ടിലേക്ക് വരുന്നുണ്ട്. സൂക്ഷിക്കണം എന്ന് എത്ര തവണ പറഞ്ഞു, ഒന്നും കേൾക്കാതെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഭർത്താവും അമ്മായിയമ്മയും അവളെ വഴക്കു പറയുന്നു. അപ്പോഴാണ് ഋദ്ധി ഒരു സത്യം വെളിപ്പെടുത്തുന്നത്. ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ആർത്തവം മുടങ്ങിയെന്നേ ഉള്ളൂ, നിങ്ങൾ ഗർഭിണി ആയിരുന്നില്ല എന്നതായിരുന്നു. അതെ, ഋദ്ധി ഗർഭിണി ആയിരുന്നില്ല. താഴെ വീണ് വയറ്റിലിടിച്ചത് കൊണ്ട് വന്ന ബ്ലീഡിംഗ് ആയിരുന്നു അത്.
ഗർഭം അലസിയിട്ടില്ല, കാരണം അവൾ ഗർഭിണിയെ ആയിരുന്നില്ല. ഈ സത്യം അവൾ ഭർത്താവിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് സന്തോഷിക്കണോ അതോ ദുഃഖിക്കണോ എന്നറിയാതെ അയാൾ നിൽക്കുകയാണ്. ആ നിമിഷം അയാൾ തുറന്നു പറയുന്നുണ്ട്, പ്രശ്നം നിനക്ക് തന്നെയാണ്. നിനക്ക് ഗർഭം ധരിക്കാൻ കഴിയുന്നില്ല. നീ നല്ലൊരു ഡോക്ടറെ പോയി കാണണം. അതെങ്ങനെയെങ്കിലും ശരിയാക്കണം. നമുക്ക് കുഞ്ഞ് ജനിച്ചേ മതിയാകൂ എന്ന്. ഇത് കേട്ട് അവൾക്ക് കൂടുതൽ വിഷമാവുന്നു. അമ്മായിയമ്മയോട് നിങ്ങളുടെ മകൻ എന്നോട് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു എന്ന് പറയുമ്പോൾ അതിലെന്താ മോളെ തെറ്റ്? ഒരു സാധാരണ ടെസ്റ്റ് അല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാമല്ലോ എന്ന് അവരും പറയുന്നു. ഋദ്ധിക്ക് വേറെ വഴിയില്ലാതാകുന്നു. അവൾക്ക് കുട്ടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാനുള്ള ടെസ്റ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ കൂടെ വരാൻ ഭർത്താവ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അവൾക്കൊപ്പം ജോലി ചെയ്യുന്ന അഭിലാഷ് എന്ന സുഹൃത്തിനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകുന്നു. സ്കാനിങ്ങും മറ്റ് ടെസ്റ്റുകളും ചെയ്തതിനു ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, റിസൾട്ട് പോസിറ്റീവാണ്, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ അറിവിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിന് കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിനായിരിക്കാം. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഒരു ടെസ്റ്റ് ചെയ്തുവിടാ എന്ന്. ഭർത്താവിന്റെ ബീജം പരിശോധിക്കണമെന്നും ഒരുപക്ഷെ കൗണ്ട് കുറവാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാമെന്നും ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് ഋദ്ധിക്ക് കരച്ചിൽ വരുന്നു. കാരണം ബന്ധുക്കളും ഭർത്താവും അമ്മായിയമ്മയും അടക്കം എല്ലാവരും പറഞ്ഞത് അവൾക്കാണ് കുഴപ്പമെന്നായിരുന്നു. എന്നാൽ ടെസ്റ്റ് റിസൾട്ട് അതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ചു. ഒരു ദമ്പതികൾക്ക് കുട്ടികളില്ലെങ്കിൽ എപ്പോഴും ഭാര്യയുടെ മേലാണ് എളുപ്പത്തിൽ കുറ്റം ചാരുന്നത് എന്നോർത്ത് അവൾ സുഹൃത്തായ അഭിലാഷിനോട് പറഞ്ഞ് കരയുന്നു. ഈ റിസൾട്ടുമായി അവൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഭർത്താവിനോടും അമ്മായിയമ്മയോടും ഒന്നും സംസാരിക്കാതെ നേരെ മുറിയിലേക്ക് പോകുന്നു. ടെസ്റ്റിന്റെ റിസൾട്ട് എന്തായി എന്ന് ഭർത്താവ് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ മേലാണ് പ്രശ്നമെന്ന് കരുതി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തു. ഡോക്ടർ നിങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് അടുത്തത് എന്ത് വേണമെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഭർത്താവിന് അപമാനം തോന്നുന്നു. ഒരു പുരുഷൻ പോയി പൗരുഷം അളക്കുന്ന ടെസ്റ്റ് ചെയ്യോ? അതൊന്നും പറ്റില്ല, ബന്ധുക്കൾ അറിഞ്ഞാൽ നാണക്കേടാവും. നിന്റെ റിപ്പോർട്ടായിരിക്കും തെറ്റ്. നീ വേറെ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ടെസ്റ്റ് ചെയ്യേ, എന്നോട് ടെസ്റ്റ് ചെയ്യാൻ പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുന്നു. അവരുടെ വഴക്ക് കൂടുന്നത് കേട്ട് പുറത്തുണ്ടായിരുന്ന അമ്മായിയമ്മ സമാധാനിപ്പിക്കാനായി ഭക്ഷണവുമായി വരുന്നു. നീ എങ്ങനെ മോളെ എൻ്റെ മകന്റെ മേൽ കുറ്റം പറയുന്നത് എന്ന് ചോദിച്ച് അവർ മകന്റെ ഭാഗം ചേർന്നു. അപ്പോൾ ഋദ്ധി അവിടെ ഇരുന്ന ചില ഗുളികകൾ എടുക്കുന്നു. ഇതെന്താ ഗുളിക എന്ന് അമ്മായിയമ്മ ചോദിക്കുമ്പോൾ, ഹലോ, നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇതെന്റെ തലവേദനയ്ക്കുള്ള ഗുളികയാണ്. ഇനി ഈ ഗുളിക കാരണമാണ് എനിക്ക് കുഞ്ഞുണ്ടാക്കാത്തതെന്ന് കുറ്റം പറയാനാണോ ഈ ചോദ്യം എന്ന് ഋദ്ധി മുൻകൂട്ടി കണ്ട് ചോദിക്കുന്നു. ആ വഴക്കിൽ ഋദ്ധി മാനസികമായി തളരുന്നു. ഭർത്താവിന്റെയും അമ്മായിയമ്മയുടെയും യഥാർത്ഥ മുഖം അവൾ തിരിച്ചറിയുന്നു. കുറച്ചുനാൾ സമാധാനമായിരിക്കാനായി സ്വന്തം വീട്ടിലേക്ക് അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോകുന്നു. പിറ്റേന്ന് രാവിലെ അവൾ പോകാനൊരുങ്ങുമ്പോൾ, എന്തിനാ രാവിലെ ഡ്രാമ കളിക്കുന്നത്? ശരി, നമുക്ക് കുട്ടികളെ വേണ്ട, ഇങ്ങനെ ജീവിക്കാമെന്ന് ഭർത്താവ് പറയുന്നു. കുറച്ചു നേരം എന്നെ വെറുതെ വിട് എന്നവൾ ദേഷ്യപ്പെടുമ്പോൾ, നീ പോയ അമ്മയ്ക്ക് ആര് ഭക്ഷണം കൊടുക്കും? അമ്മയെ ആര് നോക്കും? നീ ഇവിടെ തന്നെ നിൽക്കണം എന്നയാൾ പറയുന്നു. നോക്ക്, എന്നെ തുടരുത്. നിങ്ങളുടെ അമ്മയെ നോക്കാൻ വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഒരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, അത് നിങ്ങളെ കൊണ്ട് പറ്റിയില്ല. എന്നിട്ടും എൻ്റെ മേൽ കുറ്റം ചാരുന്നു. റിസൾട്ട് പോസിറ്റീവായിട്ടും സമ്മതിക്കുന്നില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ഋദ്ധി അവിടെ നിന്നും ഇറങ്ങുന്നു. ഇന്ദ്രന് ഒരു സഹോദരിയുണ്ട്. വിവാഹം കഴിഞ്ഞു പോയതാണ്. അവരോട് ഇന്ദ്രന്റെ അമ്മ സംസാരിക്കുമ്പോൾ, അമ്മേ, മരുമകൾ പറഞ്ഞ പോലെ ഏട്ടനൊരു ടെസ്റ്റ് ചെയ്താൽ എന്താ ഏട്ടൻ സമ്മതിക്കാത്തത് എന്ന് ചോദിക്കുന്നു. നീ എന്തേ പറയുന്നത്? ഒരാളിനെ ടെസ്റ്റ് ചെയ്യാൻ വിട്ടാൽ കുടുംബത്തിന്റെ മാനം പോവും. അതൊന്നും പറ്റില്ല, എൻ്റെ മോന് ഒരു കുഴപ്പമില്ല എന്നമ്മ തറപ്പിച്ച് പറയുന്നു. ഇവിടെ ഋദ്ധി അവളുടെ വീട്ടിലെത്തി കുറച്ച് സമാധാനമായിരിക്കുന്നു. എന്നാലും ഭർത്താവിന്റെ ഓർമ്മകൾ അവളെ അലട്ടുന്നുണ്ടായിരുന്നു. തന്റെ ഭർത്താവിനോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും അയാൾ എന്താണ് മറയ്ക്കുന്നതെന്നും അവൾ ചിന്തിക്കുന്നു. മറുഭാഗത്ത് അവളുടെ ഭർത്താവ് തന്റെ മുൻ കാമുകിയുമായി അടുക്കുകയും ഒരുമിച്ച് പബ്ബിൽ ഡിന്നറിന് പോകുകയുമൊക്കെ ചെയ്യുകയായിരുന്നു. ഇവിടെ ഋദ്ധി അച്ഛനമ്മമാരോടൊപ്പം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഭക്ഷണം കഴിച്ച അമ്മ കൈ കഴുകാനായി പോകുമ്പോൾ ഇന്ദ്രൻ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം റോഡിലൂടെ പോകുന്നത് കാണുന്നു. അളിയൻ വേറൊരു പെൺകുട്ടിയുടെ കൂടെ പോകുന്നുണ്ടല്ലോ എന്നോർത്ത് അവർ ഞെട്ടുന്നു. നമ്മുടെ മകൾ വെറുതെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് കരുതിയത്. ഒരുപക്ഷെ വഴക്കെട്ട് പിരിഞ്ഞു വന്നതാണോ എന്നവർ ഭയപ്പെടുന്നു. മറ്റൊരു വശത്ത് ഋദ്ധിയുടെ അമ്മായിയമ്മയെ ആ പരദൂഷണം പറയുന്ന ആന്റി വന്ന് കാണുന്നു. എനിക്കൊരു സ്വാമി അറിയാം, അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക പൂജ ചെയ്താൽ ഉറപ്പായും കുഞ്ഞുണ്ടാവും എന്നൊക്കെ പറയുന്നു. അമ്മായിയമ്മ അത് കേട്ട് സമ്മതിക്കുന്നു. ഈ ഭാഗത്ത് ഋദ്ധി അമ്മയുടെ വീട്ടിലിരിക്കുമ്പോൾ സുഹൃത്തായ അഭിലാഷിനെ വിളിച്ച് കരയാറുണ്ട്. അങ്ങനെ അഭിലാഷും ഋദ്ധിയും തമ്മിൽ ഒരു ചെറിയ അടുപ്പം വരുന്നു. അതെല്ലാം ഋദ്ധിയുടെ അമ്മ കാണുന്നുണ്ട്. ആരാടി സംസാരിക്കുന്നത്? അഭിലാഷാണോ? അവൻ വിളിച്ചതാണോ അതോ നീ വിളിച്ചതാണോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ, അമ്മ ഇതെന്ത് ചോദ്യാ, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് ഋദ്ധി പറയുന്നു. ശരി മോളെ, അന്ന് കൈ കഴുകുമ്പോൾ നിന്റെ ഭർത്താവിനെ ഒരു പെൺകുട്ടിയുടെ കൂടെ കണ്ടിരുന്നു. അയ്യോ, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളതുപോലെ അയാൾക്കും ആയിക്കൂടെ? ശരി മോളെ, ഞാൻ തെറ്റിദ്ധരിച്ചതല്ല. നിങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ലല്ലോ? വഴക്കോ? അങ്ങനെയൊന്നുമില്ല. അമ്മ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കരുത്. സമാധാനപരമായ കുറച്ച് നാൾ ഇവിടെ നിൽക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ഋദ്ധിയുടെ അച്ഛൻ വന്നിട്ട്, ഇനി എത്ര നാളാ മോളെ നീ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഋദ്ധി ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിഞ്ഞാൽ ഭർതൃഗൃഹത്തിലും ബഹുമാനം കിട്ടില്ല, സ്വന്തം വീട്ടിലും ബഹുമാനം കിട്ടില്ല. അവൾക്ക് പെട്ടെന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നു. ഒരു രാത്രി അവൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മായിയമ്മ ആ ആന്റിയോട്, നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ മരുമകൾക്ക് ആ പൂജ ചെയ്യാം എന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നു. ഇത് കേട്ട അവൾ, അപ്പോഴും നിങ്ങളുടെ മകന്റെ മേൽ തെറ്റുണ്ടോ? അവനൊരു ടെസ്റ്റ് ചെയ്യാമെന്നോ നിങ്ങൾക്ക് തോന്നില്ലേ? എപ്പോഴും മരുമകളുടെ മേൽ കുറ്റം കണ്ടെത്താനാണ് ശ്രമം.
ആൻറ്റി, നിങ്ങളെ ഞാൻ എൻ്റെ അമ്മയെ പോലെയാണ് കണ്ടത്. ഒന്നുമില്ല, നിങ്ങൾ രാത്രി മരുന്ന് കഴിക്കാറുണ്ടല്ലോ, എപ്പോഴും ഞാനല്ലേ തരുന്നത്, അത് തരാൻ വന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് മരുന്ന് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ അതേ വീടിന്റെ വാതിൽക്കൽ അവളുടെ ഭർത്താവ് തന്റെ മുൻ കാമുകിയോടൊപ്പം വരുന്നത് അവൾ കാണുന്നു. ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓഫീസിന് മുന്നിൽ ഭർത്താവ് കാത്തു നിൽക്കുന്നു. കാറിൽ കയറി എന്താ എന്ന് ചോദിക്കുമ്പോൾ, ദയവ് ചെയ്ത് വഴക്കുണ്ടാക്കരുത്, ആവശ്യമില്ലാതെ നീയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ശരിയായി വീട്ടിലേക്ക് വാ എന്നയാൾ പറയുന്നു. ഓ, ഞാനാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇന്ദ്ര, നമ്മുടെ പ്രശ്നം പൗരുഷത്തിന്റെയാണ്, അത് നിന്റെ മുന്നിലുണ്ട്. നീ എല്ലാത്തിനും എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ തിരിച്ചൊരൊറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, ആ ടെസ്റ്റ് ചെയ്യാൻ. അതിന് നീ തയ്യാറായില്ല. എന്നിട്ട് നിന്റെ ഭാര്യയുടെ മേൽ കുറ്റം ചുമത്താനാണ് നീ ശ്രമിച്ചത്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെ ആ വീട്ടിൽ വരാൻ കഴിയും എന്നവൾ ചോദിക്കുന്നു. ഒരു ഘട്ടത്തിൽ റിദ്ധിയുടെ അമ്മ വന്ന് പറയുന്നുണ്ട്, നിന്റെ അമ്മായിമ്മ പറഞ്ഞു എന്താ പ്രശ്നമെന്ന്. ഒരു പ്രശ്നം വന്നാൽ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് പരിഹാരമല്ല മോളെ. ഭർത്താവ് എന്ത് പറഞ്ഞാലും ചെയ്താലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നൊക്കെ. ഇത് കേട്ട് റിദ്ധിക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മ എന്തിനാ എന്നെ പഠിപ്പിച്ചത്? ഞാൻ സ്വതന്ത്രയായി എൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോവാൻ, ഏറ്റവും പ്രധാനമായി ആത്മാഭിമാനത്തോടെ ജീവിക്കാനല്ലേ. ആ ആത്മാഭിമാനം ഞാൻ ജീവിക്കുന്ന വീട്ടിൽ തന്നെ എനിക്ക് വേണം. പണ്ടും ഇന്നും ഒരു വീട്ടിൽ കുട്ടികളില്ലെങ്കിൽ എപ്പോഴും പെണ്ണിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ശരി, എന്നെ കുറ്റപ്പെടുത്തി, ഞാൻ ടെസ്റ്റ് ചെയ്ത് തെളിയിച്ചു. തിരിച്ച് എൻ്റെ ഭർത്താവിനോട് ഒരു ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അയാൾ തയ്യാറല്ല. ചോദിച്ചാൽ ആണാണെന്നും പറഞ്ഞ അഭിമാനം പറയുന്നു. അതെന്തൊരു കള്ളാഭിമാനമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നവൾ പറയുന്നു. ഒടുവിൽ ഒരു ദിവസം ഇന്ദ്രൻ അവളെ തേടി അവളുടെ വീട്ടിലേക്ക് വരുന്നു. അത് കണ്ട് റിദ്ധിയുടെ അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മോള് റൂമിലുണ്ട്. ഇന്ദ്രൻ മടിച്ച് അകത്തേക്ക് വരുന്നു. ഭർത്താവിനെ കണ്ടപ്പോൾ റിദ്ധിക്കും ഒരു വിഷമം തോന്നി. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഈ റൂം എന്ത് വൃത്തിയായിരിക്കുന്നു, നമ്മുടെ റൂം എത്ര വൃത്തികേടായി കിടക്കാന്ന് നിനക്കറിയോ എന്ന് പറയുന്നു. ഓ, അതെല്ലാം വൃത്തിയാക്കാൻ ഞാൻ വരണമല്ലേ എന്നവൾ ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, നീ ഇല്ലാതെ എനിക്ക് സന്തോഷമില്ല എന്നവൻ പറയുന്നു. ഞാനും സന്തോഷത്തിലല്ല, എന്ത് പ്രശ്നം വന്നാലും എൻ്റെ മേൽ കുറ്റം ചാടുന്നതല്ലേ, പിന്നെ ഞാൻ എങ്ങനെ സന്തോഷമായിരിക്കും എന്നവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭർത്താവ് ഒരുപാട് ക്ഷമ ചോദിക്കുന്നു. എല്ലാം മറക്കാം, നമുക്ക് പുതിയതായി തുടങ്ങാം, എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് കെഞ്ചുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞ് അടുക്കാൻ ശ്രമിക്കുന്നു. ഒരു നാണവുമില്ലാതെ അവളെ തൊടാൻ ശ്രമിക്കുമ്പോൾ അവൾക്ക് വെറുപ്പ് തോന്നുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു സോറി വാക്ക് കേട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ പെരുമാറുന്നല്ലോ എന്നോർത്ത് മാറിപ്പോടാ എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്നു. അത് അവന് വിഷമമുണ്ടാക്കുന്നുണ്ട്. അവൻ കരഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടുന്നു. റിദ്ധി എന്ത് ചെയ്യണമെന്നറിയാതെ കരയാണ്. അപ്പോൾ ഭർത്താവിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു, ഞായറാഴ്ച ഫ്രീ ആണ്, പുറത്തു പോവാന്ന് എന്നവന്റെ മുൻ കാമുകി അയച്ചതായിരുന്നു. അത് കണ്ട് അവൾക്ക് കൂടുതൽ ദേഷ്യം വരുന്നു. ഇവിടെ അപമാനിതയായ ഇന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്, ഭാര്യ ചോദിക്കുന്നത് ആ ഒരൊറ്റ ടെസ്റ്റ് അല്ലേ, നമ്മുടെ പൗരുഷം ഒന്ന് പരീക്ഷിച്ച് കളയാം എന്ന് കരുതി അടുത്തുള്ള ഒരു മെഡിക്കൽ സെന്ററിലേക്ക് പോകുന്നു. അകത്തേക്ക് പോകുന്തോറും അവനൊരു വല്ലായ്മ തോന്നുന്നുണ്ട്. പൗരുഷം അളക്കുന്ന ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണല്ലോ എന്നോർത്ത് നിൽക്കുമ്പോൾ എന്ത് ടെസ്റ്റാണ് ചെയ്യേണ്ടത് എന്ന് നഴ്സ് ചോദിക്കുന്നു. സെമൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ നോക്കി ചിരിക്കുന്നതായി അവന് തോന്നുന്നു. പക്ഷെ ആരും ചിരിക്കുന്നുണ്ടായിരുന്നില്ല. വേണ്ട, ഈ ടെസ്റ്റ് ചെയ്താൽ നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് കരുതി അവൻ അവിടെ നിന്നും പോകുന്നു. മറ്റൊരു ഭാഗത്ത് വൃദ്ധിയുടെ ഓഫീസിൽ ഒരു റേഡിയോ പ്രോഗ്രാം നടക്കുന്നു. അതിൽ ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട്, അവരുടെ ഭർത്താവ് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. എന്നാൽ കിടപ്പറയിൽ അയാൾ വളരെ മോശക്കാരനായിരുന്നു. എല്ലാ രാത്രിയും അയാൾ തന്നെ ഉപദ്രവിച്ചിരുന്നു. ഓരോ രാത്രിയും സ്വയം ഭർത്താവിനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും ഇപ്പോൾ കേസ് കൊടുത്ത് കോടതിയിൽ നിന്ന് നീതി കിട്ടി വിവാഹമോചനം നേടി സന്തോഷമായി ജീവിക്കുകയാണെന്നും അവർ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഓരോ വീട്ടിലെയും വിവാഹിതരായ സ്ത്രീകൾ ഇതുപോലുള്ള ഒരുപാട് ക്രൂരതകൾ അനുഭവിക്കുന്നുണ്ടെന്ന് റിദ്ധി ചിന്തിക്കുന്നു. അങ്ങനെ ഒരു ദിവസം റിദ്ധിക്ക് പെട്ടെന്ന് അമ്മായിയമ്മയുടെ ഫോൺ കോൾ വരുന്നു. അവർക്ക് വയ്യെന്ന് പറഞ്ഞുകൊണ്ട് റിദ്ധി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവൾ അമ്മായിയമ്മയെ പരിചരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ ആയത്. നിങ്ങൾ ഒന്നിക്കണം, ഇവിടെ തന്നെ താമസിക്കണം. എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും മോളെ, ഇന്നൊരു രാത്രിയെങ്കിലും ഇവിടെ തങ്ങാമോ എന്നൊക്കെ ചോദിക്കുന്നു. അമ്മായിയമ്മ അത്രയും പറഞ്ഞപ്പോൾ റിദ്ധിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ ആ രാത്രി അവിടെ താങ്ങാൻ സമ്മതിക്കുന്നു. എന്നാൽ അവളുടെ ഭർത്താവ് അന്ന് രാത്രി വീട്ടിൽ വന്നില്ല. അവൻ മുൻകാമുകിയുടെ വീട്ടിലായിരുന്നു പോയത്. ഭർത്താവ് പറഞ്ഞ പോലെ അവരുടെ റൂം വളരെ വൃത്തിഹീനമായിരുന്നു. റിദ്ധി അത് വൃത്തിയാക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവിടെ അവളെ കാത്ത് വലിയൊരു ഞെട്ടിക്കുന്ന സത്യമുണ്ടായിരുന്നത്. അവളുടെ ഭർത്താവ് ആ ലാബിൽ പോയിരുന്നു. അവൻ യഥാർത്ഥത്തിൽ ആ ടെസ്റ്റ് ചെയ്തിരുന്നു. അതിലെ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് ഇന്ദ്രന് ഒരു അച്ഛനാകാൻ കഴിയില്ല, അവന് പുരുഷത്വമില്ല. ഇതായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ റിദ്ധിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് വെച്ചുകൊണ്ടാണോ ഇത്രയും നാൾ എന്നോട് ദേഷ്യപ്പെട്ടത്, എൻ്റെ മേൽ കുറ്റം ചാരുന്ന പോലെ അഭിനയിച്ചത് എന്നൊക്കെ ഓർത്ത് അവൾ കരയുന്നു. രാത്രി അവിടെ നിന്നും ഇറങ്ങിപ്പോയി തന്റെ സുഹൃത്ത് അഭിലാഷിനോട് ഇതെല്ലാം പറഞ്ഞ് കരയുന്നു. രാത്രി മുഴുവൻ അവൾ അഭിലാഷിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. ആ അവസരം മുതലെടുത്ത അഭിലാഷ്, നിന്റെ ഭർത്താവ് പോയാലെന്താ, ഞാൻ നിനക്കൊരു ജീവിതം തരാം എന്ന് പറയുന്നു. അവൻ കുറെ നാളായി റിദ്ധിയെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. അവൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ റിദ്ധിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവൾ അഭിലാഷിനോട് നോ എന്ന് പറഞ്ഞു പോകുന്നു. തന്റെ ഭർത്താവ് എത്രയൊക്കെ ക്രൂരതകൾ കാണിച്ചാലും ഒരു ഘട്ടത്തിൽ റിദ്ധിക്ക് അവനോട് പാവം തോന്നുന്നു. കാരണം അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. അക്കാലത്ത് അവർ ഒരുപാട് സന്തോഷിച്ചിരുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് ഭർത്താവിനെ കാണാനായി വരുന്നുണ്ട്. എന്നാൽ അവൻ മുൻ കാമുകിയുടെ വീട്ടിൽ നിന്ന് വരുന്നത് കണ്ട് അവൾക്ക് വീണ്ടും വിഷമമാവുന്നു. അങ്ങനെ ഒരു ദിവസം ഇന്ദ്രൻ അവളെ തേടി വരുന്നു. ഇനി നമുക്കിടയിൽ രഹസ്യങ്ങൾ വേണ്ട, ഞാൻ നിന്നോട് എല്ലാ സത്യങ്ങളും പറയാനുള്ള ദിവസം വന്നിരിക്കുന്നു. നീ അന്ന് വീട്ടിൽ വന്നപ്പോൾ ആ റിസൾട്ട് കണ്ടെന്ന് എനിക്കറിയാം.
എന്ന് അവൻ പറയുന്നു. നിനക്ക് ആ റിസൾട്ട് വന്ന കാര്യം അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ല എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഭയമായിരുന്നു. എനിക്ക് പൗരുഷമില്ലെന്ന് ബന്ധുക്കൾ അറിഞ്ഞാൽ അവർ എന്നെ പരിഹസിക്കും, മരിക്കുന്ന പോലെ തോന്നും, അതുകൊണ്ടാണ് പറയാതിരുന്നത്. അപ്പോൾ അതേ ബന്ധുക്കൾ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ചപ്പോൾ എനിക്ക് എങ്ങനെ തോന്നിയിരിക്കുമെന്ന് നീ ചിന്തിച്ചോ? നിനക്ക് വന്നാൽ രക്തം, എനിക്ക് വന്നാൽ തക്കാളി ചമ്മന്തിയോ? അതുകൊണ്ടാണ് ഞാനൊരു തീരുമാനം എടുത്തത്, നിന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന്. ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് നീ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കറിയാം. അവസാനം ഒരു കുഞ്ഞിന് വേണ്ടിയല്ലേ നീ ഇപ്പോഴും എന്നെ കാണാൻ വരുന്നത്? നിന്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്നും എനിക്കറിയാം. ഇപ്പോൾ എന്നോട് നന്നായി സംസാരിച്ച് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ഏതെങ്കിലും ഫെർട്ടിലിറ്റി സെന്ററിൽ കൊണ്ടുപോയി ഒരു ടെസ്റ്റ് ട്യൂബ് കുഞ്ഞിനെ എൻ്റെ വയറ്റിൽ നിനക്ക് ജനിപ്പിക്കണം. എന്നിട്ട് കുടുംബത്തിൽ അഭിമാനത്തോടെ എനിക്കൊരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞ് ജീവിക്കണം. ഞാൻ അവസാനം വരെ ആ കുടുംബത്തിൽ ചീത്തപ്പേരും അപമാനവും സഹിച്ച് ദിവസവും മരിച്ചു ജീവിക്കണം. അതല്ലേ നിന്റെ ഉദ്ദേശം എന്ന് അവൾ കൃത്യമായി കണ്ടെത്തുന്നു. ഏകദേശം അതേ ചിന്തയിലായിരുന്നു ഇന്ദ്രനും വന്നത്. ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനൊപ്പം ജീവിക്കുന്നതിനേക്കാൾ താൻ തനിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് റിദ്ധി അവളുടെ വഴി തേടി പോകുന്നു. അവസാനം റിദ്ധിക്കും ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക തന്നെ വേണമെന്നില്ലെന്ന് അവൾ തിരിച്ചറിയുന്നു. ഇവിടെ അനാഥാലയങ്ങളിൽ അച്ഛനും അമ്മയും ഇല്ലാതെ സ്നേഹത്തിനായി കൊതിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. അവരിൽ ഒരാളെ ദത്തെടുത്ത് വളർത്താമെന്ന നല്ലൊരു തീരുമാനമെടുത്ത് അവൾ ഒരു അനാഥാലയത്തിലേക്ക് വരുന്നു. എന്നാൽ അവിടുത്തെ നിയമപ്രകാരം, മാഡം, നിങ്ങൾ വിവാഹമോചിതയല്ല, ദത്തെടുക്കണമെങ്കിൽ ഭർത്താവുമായി നിയമപരമായി വേർപിരിഞ്ഞാൽ മാത്രമേ സാധിക്കൂ എന്നൊരു നിബന്ധന വയ്ക്കുന്നു. ഭർത്താവിനെ പിരിഞ്ഞു വന്ന റിദ്ധി ചിരിച്ചുകൊണ്ട് അതും അംഗീകരിക്കുന്നു. അങ്ങനെ മനോഹരിയായ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് അവൾ അവളുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുന്നതായി കാണിച്ച് ഈ സിനിമയുടെ കഥ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് സ്ത്രീകൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾക്കായി ഈ സിനിമ സമർപ്പിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കണ്ട. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.